എന്നെ കമ്മിറ്റിക്ക് ഉൾപ്പെടുത്തിയില്ല അവർ. അപ്പോൾ നമ്മളെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചിൻ്റെ പറഞ്ഞു വിട്ട് നാളെ തൊട്ട് എന്നെ വർക്കിന് ഇറങ്ങില്ലെന്ന് പറഞ്ഞു. അപ്പം ഒരു തെറ്റില്ല ഒരാളെ എന്തുകൊണ്ട് ഞാൻ 5 വർഷം കൊണ്ട് വർക്ക് ചെയ്യുന്ന ആളാണ്. എന്താണെന്ന് അറിയാൻ വേണ്ടി ഞാൻ കൗൺസിലിൻ്റെ വീട്ടിൽ പോയി നാളെ എന്താണ് വല്ല തെറ്റുണ്ടെങ്കിൽ മാറ്റി വന്ന വിഷയമില്ല. സമയം ഞാൻ എന്താ പറഞ്ഞു ചിലതൊന്നും പറയാൻ വെച്ചാൽ എൻ്റെ കൂടെ നിന്നാൽ നീ ജോലി ചെയ്യണമെങ്കിൽ നീ എൻ്റെ പാർട്ടി ചേരി, അല്ലെങ്കിൽ നീ ഇവിടെ കയറി എനിക്ക് ജോലിയില്ല എന്നാണ് പറഞ്ഞത്. എനിക്ക് എന്നിട്ട് ഞാൻ ജാതി പറയാൻ ചോദിച്ചു. രാത്രി കയറി പോയിട്ട് രണ്ട് മക്കളുണ്ട്. മക്കളായിട്ട് വന്നിട്ട് എൻ്റെ ഉടുപ്പടത്ത് പിടിച്ച് വീഴ്ത്തി 2 അളവിൽ ആ സ്ത്രീയാണ് അയച്ചത്. അത് ഒരു കൗൺസിലായിട്ടുള്ള സ്ത്രീയാണ് ഇത് ചെയ്തത്. അല്ല എന്തോ ഒന്നും പറഞ്ഞിട്ടില്ല. അത് എടുക്കലെന്ന് പറഞ്ഞാൽ ഒരു റീസൺ വേണ്ടേ? എന്തിനാ നമ്മളെല്ലാം തെറ്റ് വേണ്ടേ? അല്ലല്ല, ഞാൻ പോണ കാര്യത്തിൽ എനിക്ക് ഇത്തിരി വിവരം എനിക്കുണ്ട്. എനിക്ക് എല്ലാവരും ഞാനാണ് എടുക്കുന്നത്. ആ രീതിയിലും പറയാൻ പറഞ്ഞിട്ടില്ല. ഞാൻ ഫുഡ് വശമാണ് ഇദ്ദേഹത്തിന്റെ രൂപത്തിനെ ചൊല്ലിയും ഇതേ ഇരിക്കുന്ന കോലം നോക്കിയൊക്കെ ഭയങ്കര അധിക്ഷേപവും 2-3 തവണയായി. 2-3 തവണയായി ഈ പുലയരെന്താ മനുഷ്യരല്ലേ? ചുമ്മാ ഇതാണ് അവരുടെ ഒരു ഭാഷ്യം. ഈ അതായത് മുമ്പൊരിക്കൽ നമ്മൾ ചോദ്യം ചെയ്യാൻ നിന്നാണ് വന്ന അടിസ്ഥാനത്തിൽ തന്നെ അവർ പറഞ്ഞെന്ന് വെച്ചാൽ ഈ പുലയരായിട്ടുള്ള ഇവരെ രാവിലെ കണി കണ്ടു കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ ഇതൊക്കെ വന്ന് വീട്ടിന്റെ നടയിൽ നിൽക്കും. ഇതിനെയൊക്കെ കണി കണ്ടു കഴിഞ്ഞാൽ അന്നത്തെ ദിവസം പോയിന്ന് ഇവരെ മൂത്തേക്ക് പറഞ്ഞ സ്ത്രീയായി. ഇത് പോരാതെ നമ്മളല്ലാതെ രാഷ്ട്രീയമായിട്ട് ചോദ്യം ചെയ്യാൻ നിൽക്കുകയായിരുന്നു. ഒരു പകുതി മെന്റലി ഡിസേബിൾ ആയിട്ടുള്ള ആക്രി പറക്കി ജീവിക്കുന്ന മോഹനൻ എന്ന് പറയുന്ന ഒരു സാധാരണപ്പെട്ട ആളിനെ കഴിഞ്ഞ ആഴ്ച ഇതുപോലെ അവർ മൂത്തടിക്കും. അത് നമ്മൾ ചോദ്യം ചെയ്യാനായിട്ടിരിക്കുക. ഇലക്ഷൻ അല്ലേ, ഇനിയൊരു കോൺട്രവേഴ്സി വേണ്ട, നമ്മൾ ഇന്ന് ഇലക്ഷൻ പ്രമാണിച്ച് ഇതൊക്കെ കൊണ്ടുവരുന്നു എന്ന് പറഞ്ഞിട്ട് നമ്മളത് പയ്യെ ഇവിടെ ചോദിക്കാം. ഒന്നുകിൽ നേരിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ അതിന്റെ ഏത് രീതിയിലാണ് അത് കൈകാര്യം ചെയ്യേണ്ടതിനെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അടുത്തൊരാളിനെ ജാതി പറഞ്ഞുകൊണ്ട് മേലിൽ പുലയാടികൾ എന്റെ കോമ്പൗണ്ടിൽ കയറാൻ പാടില്ല. ഇവരൊരു ജനപ്രതിനിധിയല്ലേ? ഇവരെന്തോ എനിക്കുണ്ട്, വൈഫിനുണ്ട്, രണ്ടരിക്കുണ്ട്. എന്റെ വൈഫിനെ നേരത്തെ വരണ്ട, ഞാൻ പുള്ളിക്കാരിപ്പം വരുന്നില്ല. ഇപ്പോഴാണ് എന്താ പറഞ്ഞത്. എന്താ പുള്ളി റീസൺ ചോദിച്ചാണ് ഞാൻ പോയത്. എന്താ പിന്നെ ഇന്ന് ഞാൻ സാധനം എടുത്തായിരുന്നു. പക്ഷെ ഒരു കാര്യം എടുക്കാൻ പറ്റുള്ളൂ. എത്തിക്കൊണ്ട ആ പുള്ളിക്കാരി എന്താന്ന് പറഞ്ഞു. അപ്പൊ അങ്ങനെ ഞാൻ അവിടെ പോയത്. രാജ്യം എടുക്കാൻ പറ്റിയില്ലായിരുന്നു. എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് പുള്ളിയോട് വേറൊരാള് പറയുന്നത്, നിങ്ങൾ ഇനി വേസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങളെ വണ്ടി പോലീസിനെ കൊണ്ട് പിടിപ്പിക്കും എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഇദ്ദേഹം അത് നിർത്തിവെച്ചിട്ട് വീട്ടിലോട്ട് എന്താണ് ഞാൻ എടുക്കണ്ട എന്ന് പറയുന്നത് എന്തിനാണ് എന്ന് ചോദിച്ച് വീട്ടിലോട്ട് പോയപ്പോഴാണ് ഈ പുലയാടികൾ എന്ന് പറയുന്നുണ്ട്, നീ എന്നും എന്റെ കോമ്പൗണ്ടിൽ കാല് കുത്തരുത് എന്നുള്ള ഭാഷയാണ് ഒരു ജനപ്രതിനിധി ഈ പാവപ്പെട്ട ചവറെടുത്ത് ജീവിക്കുന്ന ആൾക്കാരോട്. അവരൊന്നും വേറെ വലിയ ജോലികളൊന്നുമല്ല ചെയ്യുന്നത്. പലയിടത്തും പുഴുവരിച്ചിരിക്കുന്ന സാധനം എടുത്തുകൊണ്ട് പോയി നമ്മുടെ നഗരസഭയുടെ മാനം പിടിക്കാനായിട്ട് വർക്ക് ചെയ്യുന്ന അവരെ ഇതുപോലുള്ള ഭാഷ അദ്ദേഹം പറയുന്നത്, നമ്മൾ സംസാരിക്കുമ്പോൾ പറഞ്ഞ് അടികിട്ടിയത് സഹിക്കാം, എന്നെ ഈ എപ്പോഴും എന്റെ കോലത്തിന് എന്റെ ഈ രൂപത്തിന് പറഞ്ഞുകൊണ്ട് ബാക്കി ആൾക്കാരെല്ലാം പറഞ്ഞു ചിരിക്കുകയും അവരെ ഒരുമാതിരി കളിയാക്കുന്ന ഒരു രീതിയാണ് ഇവർ വെച്ച് പുലർത്തി പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത് പോരാതെ ഇന്ന് ഒരാളുടെ മുഖത്ത് അടിക്കാനായിട്ട് ഇവർക്ക് ആരാണ് അധികാരം കൊടുത്തിരിക്കുന്നത്? അദ്ദേഹത്തിന്റെ മുഖത്ത്. വേറൊന്നും വേണ്ട, ഞങ്ങള് കള്ളമോ രാഷ്ട്രീയമോ ഒന്നുമല്ല പറയുന്നത്. അവരുടെ വീട്ടിന്റെ ക്യാമറ എടുത്ത് പരിശോധിക്കണം. അവരുടെ വീട് തന്നെയാണ് ഈ നഗരസഭാ കൌൺസിലറുടെ കാര്യാലയം എന്ന് പറയുന്നത്. ആ ക്യാമറയിൽ പറഞ്ഞിട്ടുണ്ട് അവർ അടിച്ചാടി. അവർ ഡിലീറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ അതിനകത്ത് ആ വിഷ്വൽസ് കാണും. അവർ പറയുന്നൊരു കാര്യം, നിങ്ങൾ ഈ പ്രശ്നം ഉണ്ടായതിനു ശേഷം മുൻ കൗൺസിലർ ആയിട്ടുള്ള ആളുടെ വീട്ടിലോട്ടാണ് ഇല്ല, അതിന് പുള്ളി എന്നെയാണ് കോണ്ടാക്ട് ചെയ്തത്. ഞാൻ നമ്മുടെ പാർട്ടിയുടെ CPI അമ്പലത്ര ലോക്കൽ കമ്മിറ്റി മെമ്പറാണ്. പുള്ളി എന്നെ വിളിച്ചിട്ട് ഇങ്ങനെ ഒരു വിഷയം ഉണ്ട്, ഞാൻ പറഞ്ഞു ഇന്നടത്ത് വരൂ. അങ്ങനെ ഞങ്ങൾ ഒരിടത്ത് വെച്ച് കണ്ടു. ആ കാണാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ RSS കാപാലിക സംഘം അദ്ദേഹവും അദ്ദേഹത്തിന്റെ ഭാര്യയും
ഒരു കൊച്ചു മകളും താമസിക്കുന്ന വീട്ടിൽ മാരകായുധങ്ങളുമായിട്ട് 3-4 തവണ ഇന്നിപ്പോ ഈ സംഭവം ഇത്രയും നടന്ന് ഇതിന്റെ ഇടയ്ക്ക് പോയിട്ടുണ്ട്. ആ ചേച്ചി നമ്മുടെ ഒരു പാർട്ടി സാറാണ്. ചേച്ചി വിളിച്ച് പറഞ്ഞു അതാ ചേട്ടൻ ഇങ്ങനെ ഒന്ന് സംഭവിച്ചു. അങ്ങനെയാണ് ഞാൻ പറയാം ചേട്ടാ ഇന്നടത്ത് നിൽക്കും, ഞാൻ വരുന്നു. ഞാനാണ് പുള്ളി പാർട്ടി പ്രവർത്തകനാണ്, സ്ഥാനങ്ങളിലൊന്നുമില്ല, ഇടത് പ്രവർത്തകനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു ചേട്ടാ അവിടെ നിൽക്കി. ഞാനും ഇറങ്ങി അന്വേഷിച്ചപ്പോൾ എല്ലായിടവും ആള് കൂടി നിൽക്കുക. ഇവർ ഒരുപാട് നമ്മൾ ഇതിനകത്ത് വരുന്നതിന്റെ പാട് വിട്ടിട്ടാണ് പുള്ളി ആശുപത്രിയിൽ കൊണ്ടുവന്നത്. നമ്മളെ പിന്തുടർന്ന് അവരുടെ സംഘം ഉണ്ടായിരുന്നു.